while describing motion in a plane. You are already familiar with the Cartesian coordinate system from your lower classes onwards, which is also known as the rectangular coordinate system or XYZ system. And you can see that the Cartesian or XYZ coordinate system is specially useful in describing motion in a line or objects moving in a straight line. And when it comes to the case of systems which are undergoing circular motion, it is more convenient to use other forms of coordinate systems. Usually we prefer the polar coordinate system in order to describe the motion in a circle. So today we will familiarize ourselves with the polar coordinate system. Before I go to the polar coordinate system, let me give you an overview of different coordinate systems that is in use. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനൊക്കെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോഷൻ ഇൻ സ്പേസോ മോഷൻ ഇൻ 2 ഡയമെൻഷണൽ പ്ലെയിനോ ഒക്കെ പഠിക്കാൻ വേണ്ടി ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാർട്ടീഷ്യൻ അഥവാ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ആയിരുന്നു. നമുക്ക് ഏറ്റവും പരിചയമുള്ള കോർഡിനേറ്റ് സിസ്റ്റം ഇതാണ്, XYZ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആക്സിസുകളാണ് ഉണ്ടായിരുന്നത്. നമ്മളതിനെ XYZ എന്ന് വിളിക്കുകയും ഒരു പോയിന്റിന് സ്പേസിലാണ് എങ്കിൽ ഒരു പോയിന്റിന് 3 കോർഡിനേറ്റ്സ് സങ്കല്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സോ എ പോയിന്റ് ഇൻ കാർട്ടീഷ്യൻ സ്പേസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ 3 വാല്യൂസ് ഈച്ച് അലോങ് ദ 3 ആക്സിസ്. എന്നാൽ സർക്കുലർ മോഷനിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതേ കോർഡിനേറ്റുകളെ ചൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ പോലും പുതിയ ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം സൊല്യൂഷൻ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് മാറുമെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ സിമട്രി ഏതാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം ഏത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സൗകര്യപ്രദമായ ഏത് കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. So it's up to us to choose and decide which coordinate system to be used. But the main thing is that the choice of a particular coordinate system should result in simplification of the solution of the problem. നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ സിംപ്ലിഫൈഡ് ആയിട്ട് മാറണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പൊതുവെ 3 ടൈപ്പ് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് പരിചയപ്പെടുക. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഓൾറെഡി യു ഹാവ് ഫെമിലറൈസ്ഡ് യുവർ സെൽഫ് വിത്ത്. സെക്കൻഡ് വൺ ഈസ് വാട്ട് ഈസ് നോൺ ആസ് സ്പെറിക്കൽ കോർഡിനേറ്റ്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കാം. അതർവൈസ് യു ക്യാൻ കോൾ ഇറ്റ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് സാധാരണഗതി നമ്മൾ ഉപയോഗിക്കുക ഒരു സ്പെറിക്കൽ സിമെട്രിയുള്ള സിസ്റ്റത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പെറിക്കൽ സിമെട്രിയുള്ള വസ്തുക്കളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ക്ലാസ്സുകളിൽ +2-ലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഗോസസ് തിയറം പഠിച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സെവറൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പഠിച്ചു. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ് പഠിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പഠിക്കുമ്പോൾ നമുക്കറിയാം R എന്ന് പറയുന്ന ദൂരത്തിൽ, ചാർജിനെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് R എന്ന് പറയുന്ന ദൂരത്തിൽ നിങ്ങൾ ഏത് ദിശയിൽ എടുത്താലും നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് E is equal to 1/4πε0 into Q divided by R square എന്നാണ് കിട്ടുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ഡിസ്റ്റൻസ് R ഫ്രം എ പോയിന്റ് അപ്പാർട്ട് ഫ്രം ദ ചാർജസ്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷന് ഒരു സ്പെറിക്കൽ സിമെട്രി ഉണ്ടെന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ ആ ചിത്രമൊക്കെ ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കണം. ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഒരു പോയിന്റ് ചാർജ് Q ഉണ്ടെന്ന് കരുതുക.
ഈ ക്യൂവിന് ചുറ്റും നിങ്ങൾ r ദൂരത്തിൽ ഒരു സ്പിയർ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ സ്പിയറിൻ്റെ സർഫസുകളിലെല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കുമെന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചത്. E = K × Q. Q is the charge divided by R square. K is equal to 1/4πε0 or epsilon. ഇങ്ങനെയാണ് പഠിച്ചത്. So can't you see that the electric field is now depending only on one parameter, that is what? The distance r. ഓക്കെ, ഒരു പാരാമീറ്റർ ആറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 1/r² നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പറയും ഈ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഗോട്ട് വാട്ട് ഈസ് നോൺ ആസ് എ സ്പെറിക്കൽ സിമെട്രി എന്നാണ് നമ്മൾ പറയുക. ഇലക്ട്രിക് ഫീൽഡിന് ഒരു സ്പെറിക്കൽ സിമെട്രിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സിമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താണ്? ഏതൊരു ദിശയിൽ നമ്മൾ നോക്കിയാലും അതിനെല്ലാം ഒരേ പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടാവുക ഇവിടെ സ്പെറിക്കൽ സിമെട്രി എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന് പകരം ഹോപ്പ് യു റിമെമ്പർ, നിങ്ങൾ ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുള്ള ഫീൽഡ് പഠിച്ച ഓർമ്മയുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒരു ലൈൻ ചാർജ് ഉണ്ട് എങ്കിൽ ലൈൻ ചാർജ് കൊണ്ട് ആ ചാർജ്ഡ് ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളൊരു സിലിണ്ടർ, റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും. റൈറ്റ് സർക്കുലർ സിലിണ്ടർ. എന്നിട്ട് എന്ത് ചെയ്തു? വയറിൽ നിന്നും, ചാർജ്ഡ് വയറിൽ നിന്നും r ദൂരത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് യു ഒബ്റ്റൈൻഡ് എ വാല്യൂ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. റൈറ്റ്? സോ λ/2πε0 r എന്നോ മറ്റോ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നുണ്ട്. അവിടെയും നിങ്ങൾ കാണുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r alone. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഈ സിലിണ്ടറിൻ്റെ ഏതൊരു സർഫസ് പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓർ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഗോട്ട് വാട്ട് ഈസ് നോൺ ആസ് എ സിലിണ്ട്രിക്കൽ സിമെട്രി വിത്ത് ദ സോഴ്സ് വയർ ആസ് ദ ആക്സിസ്. സിലിണ്ട്രിക്കൽ സിമെട്രി ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട് എങ്കിൽ നമ്മുടെ പ്രോബ്ലം സൊല്യൂഷൻ വളരെ വളരെ എളുപ്പമായിട്ട് മാറും. അങ്ങനെയുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്തമാറ്റീഷ്യൻസ് വ്യത്യസ്തമായ കോർഡിനേറ്റ് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരിചയമായിട്ടുണ്ട് കരുതുന്നു. സോ ദർ ആർ മെയിൻലി 3 കോർഡിനേറ്റ് സിസ്റ്റംസ് ദാറ്റ് ഈസ് ബീയിങ് യൂസ്ഡ്. വൺ ഈസ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ XYZ കോർഡിനേറ്റ് സിസ്റ്റം. അടുത്തത് ഒരു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഈ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് XYZ എന്ന് പറയുന്നതിന് പകരം ഒരു ലെങ്ത്തും r എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്ന ഒരു ലെങ്ത്തും 2 ആംഗിൾസും ആണ് ഉണ്ടാവുക. θ-φ, r θ-φ എന്ന് പറയുന്നത്. അതായത് ഒരു ലെങ്ത്തും 2 ആംഗിൾസും, തീറ്റയും ഫൈയും 2 ആംഗിൾസ് ആണ്. നിങ്ങൾക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ശരിക്കും നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ ജോഗ്രഫി ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഏർത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ? സോ ഏർത്തിന് ഒരു നോർത്ത് പോൾ, ദെൻ സൗത്ത് പോൾ, ഓക്കെ, ഒരു ഇക്വേറ്റർ ഉണ്ട്, അതുപോലെ ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏർത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിയുടെ ലൊക്കേഷൻസ് നമ്മൾ GPS-ലൊക്കെ ലൊക്കേഷൻ പറയാറില്ലേ? എങ്ങനെ ലൊക്കേഷൻ പറയുക? നമ്മൾ 2 ആംഗിൾസ് ആണ് പറയുക. ഓക്കെ, അപ്പോൾ 2 ആംഗിൾസിനെയാണ് നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിച്ചിരുന്നു. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ആംഗിളും ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന മറ്റൊരു ആംഗിളും വെച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ലൊക്കേഷൻ പറഞ്ഞിരുന്നത് അല്ലേ? ഇത് രണ്ടും തീറ്റയ്ക്കും ഫൈക്കും സമാനമാണ്. സോ ദിസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ആർ 2 ആംഗിൾസ്, ഓക്കെ, വിച്ച് ഇസ് സിമിലർ ടു വാട്ട് ഐ ഹാവ് റെപ്രസെൻറ്റഡ് ഹിയർ as തീറ്റ ആൻഡ് ഫൈ. ഇത് നമ്മൾ അക്ഷാംശമൊന്നും രേഖാംശവും എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ ശരിക്കും നമ്മളൊരു ലെങ്ത്തും കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ കൃത്യമായിട്ട് പറയാൻ പറ്റുക. ഏതാണ് ലെങ്ത്ത്? ആ ലെങ്ത് ആണ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, 3 എണ്ണം ഓൾട്ടിറ്റ്യൂഡ് h. അപ്പോൾ നമ്മളൊരു ഒരു മൗണ്ടെയിൻ്റെയൊക്കെ ഒരു ഹിൽ സ്റ്റേഷൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അവിടെ ലാറ്റിറ്റ്യൂഡിനോടും ലോഞ്ചിറ്റ്യൂഡിനോടും ഒപ്പം എന്ത് ചെയ്യും? ഓൾട്ടിറ്റ്യൂഡും കൂടെ സ്പെസിഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ 3 കോർഡിനേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏർത്തിൻ്റെ മുകളിലുള്ള ഏതൊരു ലൊക്കേഷൻ്റെയും കംപ്ലീറ്റ് കോർഡിനേറ്റ്സ് കിട്ടുമെന്ന് പറയും. സോ ദിസ് ഈസ് വൺ സോർട്ട് ഓഫ് വാട്ട് ഈസ് നോൺ ആസ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. നിങ്ങൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്നതാണ്. പക്ഷേ അത് നമ്മളിങ്ങനെ ഒരു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് പേരൊന്നും കൊടുക്കാതെ അതിനെ സാമാന്യവൽക്കരിക്കാതെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, എർത്തിന് സ്പെറിക്കൽ സിമെട്രി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് സിസ്റ്റം നമ്മൾ മുമ്പ് തൊട്ടേ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഫെമിലിയർ ആയ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്, വളരെ കോമൺ ആയ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം.
ഞാൻ പറഞ്ഞിരുന്നു സിലിണ്ട്രിക്കൽ സിമെട്രി ഉള്ള സിസ്റ്റത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുക. ഓക്കെ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് ഡിസ്റ്റൻസുകളും ഒരു ആംഗിളുമാണ് ഉപയോഗിക്കുക. പല സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ ആറും തീറ്റയും തന്നെ ഉപയോഗിക്കും. എന്നിട്ട് മൂന്നാമത്തത് സെഡ് എന്നെടുക്കാൻ പോവാണ്. സെഡ്. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു റേഡിയൽ ഡിസ്റ്റൻസ് ആണ്, തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗുലർ ഡിസ്റ്റൻസ് ആണ്, സെഡ് എന്ന് പറയുന്ന വീണ്ടും ഒരു ലീനിയർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് സിസ്റ്റംസ് നിങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്ന നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ മൂന്ന് സിസ്റ്റങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കോംപ്ലിമെൻ്ററി ക്ലാസ്സുകളിലുണ്ട്. മാത്സിൻ്റെ ഒരു ചാപ്റ്ററിൽ കോർഡിനേറ്റ് സിസ്റ്റംസും അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻസും ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻസും നിങ്ങൾ പഠിക്കും. ഓക്കെ, പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം ഈ അത്യാവശ്യം നമ്മുടെ പ്രോബ്ലംസ്, മെക്കാനിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി സർക്കുലർ മോഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തെ പറ്റി പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാത്സിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യാൻ പറഞ്ഞ നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 27 to 37 റെഫർ ചെയ്താൽ ഇതേ ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, so today anyway we will be spending some time on understanding what is known as the cylindrical coordinate system. നമ്മൾ ഇതിനകത്ത് കാർട്ടീഷ്യൻ ഓൾറെഡി പരിചയമുണ്ട്. സ്പെറിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസായ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കുക. ഓർത്തോണം, നിങ്ങൾ കാണുന്നുണ്ടല്ലോ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ആറും തീറ്റയും സെഡും ആണ് കോർഡിനേറ്റ്സ്. XYZ അതേ സ്റ്റേറ്റസ് ആണ് ഇവർക്കുള്ളതെന്ന് കരുതുക. ഓക്കെ, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ആറും തീറ്റയും 5 ആണുള്ളത്. ഇപ്പോൾ ആറും തീറ്റയും രണ്ടിലും കോമൺ ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് ഒരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ആറിനെയും തീറ്റയും ആണ് നമ്മൾ സാധാരണ പോളാർ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുക. സോ യു ക്യാൻ സേ ദ പോളാർ കോർഡിനേറ്റ്സ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഓർ എ 2-dimensional കോർഡിനേറ്റ് സിസ്റ്റം. എ 2-dimensional കേസ് ഓഫ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചിത്രത്തിൽ ഇവിടെ ഐ ഹാവ് യൂസ്ഡ് സം ഡയഗ്രാംസ് ഹിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോമൺ ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒപ്പം തന്നെ മറ്റു കോർഡിനേറ്റ് സിസ്റ്റം കൂടെ പരിചയപ്പെടുത്തുകയാണ്. സോ കാർട്ടീഷ്യൻ ആക്സിസുകൾ ഇവിടെ വരച്ചിട്ടുണ്ട്, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസുകൾ. എക്സ് ആക്സിസ് ഞാൻ ഇതാണ് എക്സ് ആക്സിസ് ആയിട്ട് ലേബിൾ ചെയ്തിരിക്കുന്നത്. Y ആക്സിസ് എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സെഡ് ആക്സിസ് നേരെ മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള നിങ്ങൾ പരിചയപ്പെട്ടിരുന്നത്. നമ്മൾ സാധാരണ എക്സ് എന്നുള്ളത് ഹൊറിസോണ്ടലായിട്ടും Y എന്നുള്ളത് വെർട്ടിക്കലായിട്ടും സെഡ് എന്നുള്ളത് നമ്മുടെ നേരെയോ അല്ലെങ്കിൽ ഉള്ളിലേക്കോ ആയിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ദിസ് ഈസ് ദ വേ ഇൻ വി സയൻറ്റിഫിക്കലി വി വിൽ ബി റെപ്രസെൻറ്റിംഗ് ദ XYZ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പം സെഡ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ വെർട്ടിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ട് എടുക്കുക. അതിന് ചില കാരണങ്ങളുണ്ട്, വഴി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ദിസ് ഇസ് എ തിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, സാധാരണഗതിയിൽ ഞാനിവിടെ നിങ്ങൾക്ക് 3 പ്ലെയിനുകൾ ഇവിടെ കാണാൻ പറ്റും. ഏതൊക്കെയാണ് 3 പ്ലെയിനുകൾ? ഒന്ന് വൈയും സെഡും ചേർന്ന് ഒരു പ്ലെയിനിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. YZ പ്ലെയിൻ അല്ലേ? YZ പ്ലെയിൻ നിങ്ങൾ സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു റൂമിൻ്റെ ഒരു കോർണർ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ റൂമിൻ്റെ കോർണർ 3 വോളുകൾ ചേർന്നുണ്ടാവുന്നതാണ് അല്ലേ? 2 വെർട്ടിക്കൽ വോളും ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറും ചേർന്നിട്ടാണ് റൂമിൻ്റെ ഒരു കോർണർ ഉണ്ടാവുക സാധാരണഗതിയിൽ. അപ്പം 3 പ്ലെയിനുകൾ ചേർന്നിട്ടാണ് നമുക്കിവിടെ 3 എന്ത് ചെയ്യുന്നത് ആക്സിസുകൾ രൂപം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 3 പ്ലെയിനുകൾ ഏതൊക്കെയാണ് ഇവിടെ? ഒന്ന് YZ പ്ലെയിൻ, ഞാനിവിടെ കാണിക്കുകയാണ് YZ പ്ലെയിൻ. സോ ഐ ഹാവ് ലിമിറ്റേഷൻസ്. YZ പ്ലെയിൻ, ദെൻ യു ഹാവ് ഗോട്ട് വാട്ട് ഇസ് നോൺ ആസ് XZ പ്ലെയിൻ അല്ലേ? നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരച്ചു കാണിക്കാം, ഞാൻ അതിനെ കൂടുതൽ. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് XZ പ്ലെയിൻ. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ XZ പ്ലെയിൻ എന്ന് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒറിജിനൽ കാർട്ടീഷ്യൻ സിസ്റ്റമാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് വാട്ട് ദ YZ പ്ലെയിൻ. ആൻഡ് സിമിലർലി യു ക്യാൻ ഡ്രോ അനദർ പ്ലെയിൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫ്ലോർ പോലെയാണ് ഉണ്ടാവുക അല്ലെ? റൂമിൻ്റെ ഫ്ലോർ പോലെ. സോ ദിസ് പ്ലെയിൻ ഈസ് വാട്ട് ഈസ് നോൺ ആസ് നൗ ദ XY പ്ലെയിൻ. അപ്പോൾ ഇതാണ് ഇവിടെ XY പ്ലെയിൻ ആയിട്ട് വരിക. സോ ദിസ് ഈസ് ദ സോ കോൾഡ് XY പ്ലെയിൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഈ XY പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെ നമുക്ക് 2 രീതിയിൽ രേഖപ്പെടുത്താം. ഒന്ന് നിങ്ങൾക്ക് കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്താൻ പറ്റും അല്ലേ? ഒരു പ്ലെയിനിൽ ഒരു പോയിന്റിന് 2 കോർഡിനേറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ?
സ്പേസിലുള്ള ഒരു പോയിന്റിന് 3 കോർഡിനേറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ XYZ എന്നെടുത്തത്. എന്നാൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് എങ്കിൽ അതിന് 2 കോർഡിനേറ്റ്സ് മതിയാവും. ഓക്കെ, അത് XY എന്നെടുക്കാം, അല്ലെ YZ എന്നെടുക്കാം, അല്ലെങ്കിൽ XZ എന്നെടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ ഇൻ വിച്ച് പ്ലെയിൻ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് ലൈൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുക. ചിത്രത്തിൽ ഇവിടെ ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. സി ഐ ആം ജസ്റ്റ് മേക്കിംഗ് ദാറ്റ് ഡോട്ട്. ഓക്കെ, റെഡ്. ഇതാണ് പോയിന്റ് എന്ന് കരുതുക. നമ്മൾ ഏതോ ഒരു പോയിന്റ് എടുത്തു, അത് ഏത് പ്ലെയിനിലാണുള്ളത്? XY പ്ലെയിനിലാണുള്ളത്. ഇനി എനിക്ക് ഈ പോയിന്റിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ഞാൻ അതിന് 2 കോർഡിനേറ്റ്സ് കൊടുത്തേ പറ്റുള്ളൂ. എന്തൊക്കെ കോർഡിനേറ്റ്സ് കൊടുക്കാം? ഞാൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. നമുക്ക് പരിചയമുള്ളതിൽ നിന്നും പുതിയതിലേക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കാർട്ടീഷ്യനാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ആ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസുകളിലേക്കും ഓരോ നോർമൽസ് അല്ലെ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഈ ചിത്രം ചെരിച്ച് വരച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. പെർപെൻഡിക്കുലർ ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, സേ ഐ എം കോളിംഗ് ദിസ് പോയിന്റ് ആസ് സം എം എന്ന് വിളിക്കുകയാണ്. സോ ദിസ് ഈസ് എ പെർപെൻഡിക്കുലർ ഡ്രോപ്ഡ് ടു എക്സ് ആക്സിസ്. ഈ പെർപെൻഡിക്കുലർ തീർച്ചയായിട്ടും Y ആക്സിന് പാരലൽ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. Y ആക്സിസ് നിങ്ങൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അതിന് പാരലൽ ആയിരിക്കണം. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേ പോയിന്റിൽ നിന്നും ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോ ലെറ്റ് മി കോൾ ദാറ്റ് as P. പോയിന്റ് ഈസ് P ആൻഡ് ദിസ് ഈസ് ഒറിജിൻ. ഞാനിപ്പോൾ പറയുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റമാണ് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും Y ആക്സിസിലേക്കും ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കണം. ഓക്കെ, പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദാറ്റ് പെർപെൻഡിക്കുലർ ഷുഡ് ബി പാരലൽ ടു ദ അതർ ആക്സിസ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാണുക പ്ലാനാറായിട്ട്, അല്ലേ? ഞാനതിനെ N എന്ന് വിളിക്കുന്നു. കറക്റ്റ്. ഇനി P എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി, P എന്ന ഈ പോയിന്റിനെ നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി ഐ എം ജസ്റ്റ് റബ്ബിംഗ് ഓഫ് ദ പ്രീവിയസ് ലൈൻ. ഓക്കെ, ദ പോയിന്റ് P യെ അടയാളപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് നിങ്ങൾക്കറിയാം. എക്സ് എന്ന് പറയുന്നത് OM ആണ് എക്സ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഐ എം റെപ്രസെൻറ്റിംഗ് P ബൈ ദ കോർഡിനേറ്റ് X, Y. Where what is X? OM. Distance OM is X and distance ON is what is known as what? Y. So ഇതാണ് ശരിക്കും Y, ഇതാണ് ശരിക്കും X. അപ്പോൾ ഇവിടെ വരുന്ന 2 ഡിസ്റ്റൻസുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? P യുടെ കോർഡിനേറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. P എന്ന് പറഞ്ഞ പോയിന്റ് മാറുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കുന്നു. സോ ദാറ്റ് ഇസ് എ വേ. ഇനി ഇതേ പോയിന്റിനെ തന്നെ നിങ്ങൾക്കറിയാം, ഈ പോയിന്റ് എന്താണ്? XY പ്ലെയിനിലെ ഒരു പോയിന്റാണ്. ഇതേ പോയിന്റിനെ തന്നെ എനിക്ക് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും അടയാളപ്പെടുത്താൻ പറ്റും. ആ കോർഡിനേറ്റ് സിസ്റ്റമാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. പ്ലെയിൻ പോളാർ. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ 2ഉം 3ഉം. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റംസ് 2ഉം 3ഉം. ഇതിനെ രണ്ടിനെയും നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റംസ് എന്നാണ് വിളിക്കുക. കോമൺ ആയിട്ട് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുക. സ്പെറിക്കലിനെയും സിലിണ്ടറിക്കലിനെയും. പോളാർ എന്ന് പറയുന്നതിന് കാരണം അതിനകത്ത് ആംഗിൾ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിരിക്കും. ആംഗിൾസ് വേരിയബിൾ ആയിട്ട് വരുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പൊതുവായി നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായ ഓക്കെ XY പ്ലെയിൻ അങ്ങനെ എടുക്കുകയാണ്. XY പ്ലെയിൻ. അപ്പോൾ ഇവിടെ നോക്കുക, P എന്ന് പറഞ്ഞ പോയിന്റിനെ രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഒറിജിനിൽ നിന്നും P വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഒറിജിനിൽ നിന്നും P വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് എടുക്കുന്നു. അപ്പോൾ അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? R എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും R. സോ ദിസ് ഇസ് R, സ്മോൾ ലെറ്റർ R ആണ്. അത് റേഡിയൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഒരു ആംഗിൾ കാണാൻ പറ്റും നമുക്കിവിടെ. സോ ദർ ബി സം ആംഗിൾ മെയ്ഡ് ബൈ ദിസ് റേഡിയസ് വെക്ടർ. ഓക്കെ, ദിസ് ലൈൻ OP വിത്ത് ആ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ദിസ് ആംഗിൾ ഈസ് തീറ്റ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? R, തീറ്റ എന്ന് പറയുന്ന 2 കോർഡിനേറ്റ്സ് ഉപയോഗിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സും വൈയും 2 ഡിസ്റ്റൻസുകളായിരുന്നുവെങ്കിൽ R, തീറ്റ എന്നുള്ളതിൽ R എന്നുള്ളത് ഇപ്പോഴും ഒരു ഡിസ്റ്റൻസ് ആയിരിക്കുകയും എന്നാൽ തീറ്റ എന്നുള്ളത് ഒരു ആംഗിളായി മാറുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു ഡിസ്റ്റൻസും ഒരു ആംഗിളുമാണ് ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ ഇനി മുൻപോട്ടേക്ക് കാണാൻ പോവുകയാണ്. സോ മൈ കൺക്ലൂഷൻ ഈസ് ദിസ് വൺ. എന്താണ്? എ പോയിന്റ് ഇൻ എ പ്ലെയിൻ ക്യാൻ ബി ഐദർ റെപ്രസെൻറ്റഡ് in the Cartesian coordinate system by using coordinates x and y,
or it can be equivalently represented in the plane polar coordinate system by the coordinates r and theta. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഈ പോയിന്റ് പിയുടെ പൊസിഷൻ മാറും തോറും എന്താണ് ആറിൻ്റെ വാല്യൂ മാറും, അതുപോലെ തീറ്റയുടെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആറിൻ്റെ വാല്യൂവും തീറ്റയുടെ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എവറി പോയിന്റ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ദർ ബി എ യുണീക് സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ വാട്ട്? ആർ ആൻഡ് തീറ്റ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ സാധാരണഗതിയിൽ വെലോസിറ്റി അല്ലയോ, വെലോസിറ്റി എന്നുള്ള ഒരു വെക്ടറിനെ 2 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ, മോഷൻ്റെ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ 2 കമ്പോണൻസ് ആയിട്ട് എഴുതാറുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. വെലോസിറ്റി വി ക്യാൻ ബി റിട്ടൺ as വാട്ട്? വി എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വാട്ട്? വി വൈ ഇൻറ്റു ജെ ക്യാപ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. വെലോസിറ്റി എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു വെക്ടർ ആണെങ്കിൽ അതിനൊരു എക്സ് കമ്പോണൻറ്റും ഉണ്ടാവും, അതുപോലെ അതിനൊരു വൈ കമ്പോണൻറ്റും ഉണ്ടാവും. വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വെലോസിറ്റി എഴുതുന്നതാണ്. സോ ദിസ് ഈസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതിൽ വെലോസിറ്റി ഇങ്ങനെയാണ് എഴുതുക. ഇനി ഇതിനു പകരം നമുക്ക് if you are having velocity represented in the plane polar coordinate system, then it should be written like this. V is equal to, അതിന് ഒരു r കമ്പോണൻ്റ് ഉണ്ടാവും. ഓക്കെ, റേഡിയൽ കമ്പോണൻ്റ് എന്ന് എഴുതുക. എന്നിട്ട് അതിനെ നമ്മൾ എഴുതി, ഞാനിപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അൺനോൺ ആയിരിക്കും, ആർ ക്യാപ്പ് എന്ന് മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ് ഇതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് തുടങ്ങുക. നിങ്ങൾ മുൻപ് വായിച്ചിട്ടുള്ളവർക്ക് കുറച്ച് ആശയം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതർവൈസ് ലെറ്റ്സ് വെയിറ്റ്. സോ നമ്മൾ ഇങ്ങനെ എഴുതുക, വി ആർ ഇൻറ്റു ആർ ക്യാപ് പ്ലസ് വാട്ട്? രണ്ടാമത്തെ ടേം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് കരുതാൻ പറ്റുമോ? കാരണം ഇവിടെ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചു. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏതൊക്കെയായിരുന്നു പ്ലെയിൻസിനെ റെപ്രസെൻറ്റ് ചെയ്തത്? എക്സ് വൈ കോർഡിനേറ്റ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഏതാണ്? സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്, സോറി എന്താണ്, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യൽ കേസായ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അവിടെയുള്ള കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ആറും തീറ്റയും ആണെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചാൽ ഇത് എഴുതാൻ വളരെ എളുപ്പമാണ്. അപ്പം എക്സിന് പകരം 6 കൊടുത്തു അല്ലേ, ഐക്ക് പകരം ആർ ക്യാപ്പ് കൊടുത്തു, വൈക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? അപ്പോൾ വൈക്ക് പകരമുള്ളത് ഏത് കോർഡിനേറ്റ് ആണ്? തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗുലർ കോർഡിനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ വി വൈ എന്നെഴുതുന്നതിന് പകരം വി തീറ്റ എന്നെഴുതും. വി തീറ്റ, ദാറ്റ് ഈസ് നോൺ ആസ് ആംഗുലർ കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി എന്ന് പറയും. വി തീറ്റ ഇൻറ്റു ജെ ക്യാപ്പിന് പകരം നമ്മളിവിടെ തീറ്റ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് റെപ്രസെൻറ്റിംഗ് ദ വെലോസിറ്റി ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഫസ്റ്റ് ഇക്വേഷൻ, ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഗീവ്സ് യു വെലോസിറ്റി ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ ഗീവ്സ് യു വെലോസിറ്റി ഇൻ വാട്ട്? ദ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഇതെങ്ങനെ എഴുതണം, ഇതിന് മുമ്പോട്ടേക്ക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫർദർ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഇതാണ്. ഞാൻ ഇവിടെ എക്സ് വൈ പ്ലെയിൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എക്സ് വൈ പ്ലെയിൻ വരച്ചിട്ടുണ്ട്. അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി നിങ്ങളോട് പറഞ്ഞിരുന്നു പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് പറഞ്ഞു നിങ്ങളോട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഓർത്ത് നോക്കിയതാ, നിങ്ങൾ സെഡ് ആക്സിസിനെ സെൻറ്റർ ആക്കിക്കൊണ്ട്, സെഡ് ആക്സിസിനെ ആക്സിസ് ആക്കിക്കൊണ്ട് നിങ്ങളൊരു വലിയ സിലിണ്ടർ അസ്യൂം ചെയ്യുന്നു എന്ന് കരുതുക. അതാ ഇങ്ങനെ ഒരു സിലിണ്ടർ. ഓക്കെ, ഈ സിലിണ്ടർ വരച്ച് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ സിലിണ്ടറിലെ ഒരു പോയിന്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ജസ്റ്റ് യു ഹാവ് ടു ടേക്ക് ടൈം ആൻഡ് ഡ്രോ ഇറ്റ്. ഇങ്ങനെ ഒരു സിലിണ്ടർ വരച്ചാൽ, കാൻഡ് യു സീ ദാറ്റ് ഇഫ് യു ഡ്രോ എ സിലിണ്ടർ? ഓക്കെ, ഇറ്റ്സ് നോട്ട് സോ ഫൈൻ. ഓക്കെ, അപ്പോൾ സെഡ് ആക്സിനെ ആക്സസ് ആക്കിക്കൊണ്ട് നിങ്ങളൊരു സിലിണ്ടർ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ സിലിണ്ടറിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മുടെ ആർ വരും. സി, നമ്മളിവിടെ ആർ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന പോളാർ കോർഡിനേറ്റ് ആ സിലിണ്ടറിൻ്റെ റേഡിയസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പ്ലെയിൻ കാണാൻ പറ്റും. ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന പോലെ ഒരു പ്ലെയിൻ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. സോ യു ക്യാൻ ഇമാജിൻ എ പ്ലെയിൻ ലൈക്ക് ദിസ്. അത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്ലെയിൻ ആണ്. ഈ പ്ലെയിൻ, ഒരു വെർട്ടിക്കൽ പ്ലെയിന് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ശരിക്കും തീറ്റ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. So it is the angle made by this vertical plane with the x-axis, and r is the radius of the right circular cylinder. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഡ് ആക്സിനെ അങ്ങ് മറന്നേക്കുക. ഇനി നമുക്ക് സെഡ് ആക്സ് വേണ്ട. എന്താ കാരണം? നമ്മൾ മോഷനിനെ പ്ലെയിൻ ആണ് പഠിക്കാൻ പോകുന്നത്. മോഷന് സ്പേസ് പഠിക്കുമ്പോഴേ നമുക്ക് 3 ആക്സിൻ്റെ ആവശ്യമുള്ളൂ.
അതുകൊണ്ട് നമ്മൾ ഇനി സെഡ് ആക്സിനെ അങ്ങോട്ടും പൂർണ്ണമായിട്ട് മറക്കാൻ പോവുകയാണ്. എന്നിട്ട് ഏത് മാത്രം നമ്മൾ എടുത്ത് മുൻപോട്ടേക്ക് പോവുകയാണ്? ഐ എം ഗോയിങ് ടു കൺസിഡർ ഓൺലി ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിത്രമാണ് റൈറ്റ് സൈഡിലേക്ക് വരച്ചിട്ടുള്ളത്. നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. ദാറ്റ് ഡയഗ്രാം ഈസ് റെപ്രസെൻറ്റിംഗ് വാട്ട്? ദ Z axis neglected and we concentrate only on the X and Y axis. ഓക്കെ, അപ്പോൾ ആ ചിത്രത്തെ ഒന്ന് തിരുത്തി വരച്ചിട്ടുണ്ട്. അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ദാ നമ്മൾ പറഞ്ഞ പോയിന്റ് P ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ നോക്കുക, P എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ പോയിന്റ് P. ആ പോയിന്റ് പിയുടെ ശരിക്കും പറഞ്ഞാൽ എക്സ് വൈ കോർഡിനേറ്റ്സ് ഉണ്ടാവാം, ആർ തീറ്റ കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഞാനിവിടെ എക്സ് കോമ വൈ എന്ന് എഴുതുകയാണ്. എക്സ് വൈ കോർഡിനേറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ മതി. സപ്പോസ് ദാറ്റ് യു ഡ്രോപ്പ് ദ പെർപെൻഡിക്കുലർസ് ഹിയർ. ഓക്കെ, നമ്മൾ എക്സിലേക്കുള്ള പെർപെൻഡിക്കുലറിനെ നേരത്തെ എം എന്നാണ് വിളിച്ചത്. അതുപോലെ നിങ്ങൾക്ക് വൈയിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. വൈയിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മളതിനെ എൻ എന്ന് വിളിച്ചു, ഇതിനെ ഒ എന്ന് വിളിച്ചു. ഓക്കെ, സോ ദീസ് ആർ ടു പെർപെൻഡിക്കുലേഴ്സ്. ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഇനി എക്സ് വൈക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പുതിയ കോർഡിനേറ്റുകളാണ് ആർ, അവിടേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആറും ഓക്കെ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ഒ പി ലൈൻ ഉണ്ടാക്കുന്ന ആംഗിളായ തീറ്റയും. അപ്പോൾ നോക്കണത് ഒ പി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആംഗിൾ ഈസ് മെഷേർഡ് ലൈക്ക് ദിസ്. എക്സിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ആർ തീറ്റയ്ക്ക് എക്സ് വൈയുമായിട്ടുള്ള റിലേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. നിങ്ങൾ നോക്കിയാൽ മതി. എന്താണിത്? ഇവിടെ ഒ എം എന്ന് പറയുന്നതല്ലേ ശരിക്കും എക്സ് എന്ന് പറയണത് അല്ലേ? സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എക്സ്. ഓക്കെ, നിങ്ങൾ ഒ പി എം എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ് ഈസ് നത്തിങ് ബട്ട് ആർ കോസ് തീറ്റ അല്ലയോ? സിമ്പിൾ. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും is not cos theta എടുത്തു നോക്കുക. cos theta will be equal to adjacent side divided by the hypotenuse ആണ് കിട്ടുക. adjacent side x ആണ്, hypotenuse r ആണ്. അതിന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x equal to r cos theta എന്ന് കിട്ടും. so let me say that is my equation number 3. okay, third equation number. അങ്ങനെയെങ്കിൽ y എന്നുള്ളത് നമുക്ക് എന്തായിട്ട് കിട്ടും? y എന്ന് പറയുമ്പോൾ ഓർക്കുക ഇതാണ് y. so this distance ON is y in the diagram. y എന്നുള്ളത് ഇതേ ഡിസ്റ്റൻസ് ആണല്ലോ. സോ ദാറ്റ് ഈസ് സെയിം ആസ് ദിസ് ഡിസ്റ്റൻസ് ഹിയർ. ഓക്കെ, y വിൽ ബി സിംപ്ലി ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അത് ഹൈപ്പോന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദ ആംഗിൾ ആയിരിക്കും. ആർ സൈൻ തീറ്റയാണ്. സോ ദാറ്റ് ഈസ് വാട്ട്? ആർ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് നോക്കിയേ, എക്സിനെ ആറിൻ്റെയും തീറ്റയുടെയും ടേംസിൽ എഴുതി, വൈയെ ആറിൻ്റെയും തീറ്റയുടെയും ടേംസിൽ എഴുതി. സോ ദിസ് ഈസ് ഓക്കെ ദ റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരും. നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഈ ഡയഗ്രാം മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിനെ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നാണ് സാധാരണ മാത്സിലൊക്കെ വിളിക്കുക. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. എന്തിലേക്കുള്ള ചേഞ്ച് ആണ്? കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നിന്നും, അതായത് എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡാറ്റയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആർ തീറ്റ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇനി ആർ തീറ്റയിലാണ് നിങ്ങൾക്ക് ഡേറ്റ തന്നിരിക്കുന്നതെങ്കിൽ അതിനെ തിരിച്ച് എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇനി ആർ തീറ്റയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എക്സ് വൈയിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻസ് ആണ് 3ഉം 4ഉം. ഇനി തിരിച്ചും ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എക്സും വൈയും ആണ് തന്നിരിക്കുന്നത്, അതിൽ നിന്ന് ആർ തീറ്റയിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വേണം. അതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വിളിക്കാം. ഓക്കെ, ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണെങ്കിൽ തിരിച്ചു വരാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിത്രത്തിൽ നിന്നും. നോക്കിയോളെ, കാൻ യു റൈറ്റ് ആർ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ? പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതിയാവും. എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ പി എം നോക്കുക നിങ്ങൾ, ഒ പി എം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കാണാൻ പറ്റും. വളരെ എളുപ്പമാണ്. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സ്ക്വയർ, ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതിനെ മാറ്റി എഴുതാൻ പറ്റും. ഇനി രണ്ടാമത് ഏതാ എനിക്ക് വേണ്ടത്? തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളാണ് വേണ്ടത്. തീറ്റ എന്നുള്ളത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെയും വൈയുടെയും ടേംസിലേക്കാണ് എനിക്ക് മാറ്റേണ്ടത്. തീറ്റയെ എക്സിൻ്റെയും വൈയുടെയും ടേംസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെടുത്താൽ മതി? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡുമാണ് വരുന്നതെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എടുത്താൽ മതിയാവും. നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ് കിട്ടുക? വൈ ബൈ എക്സ് എന്ന് കിട്ടും. ശരിയല്ലയോ? അപ്പോൾ തീറ്റ ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? യു ക്യാൻ റൈറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും.
ഇതിനെ വേറൊരു രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഈ ടാൻ ഇൻവേഴ്സ് എന്നൊക്കെ ഉള്ളത് ടെക്സ്റ്റ് ബുക്കുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവുക ആർക്ക് ടാൻ എന്നായിരിക്കും. ആർക്ക് ടാൻ ഓഫ് y/x എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആർക്ക് ടാൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതുന്നതിൻ്റെ മറ്റൊരു രീതിയാണ് ആർക്ക് ടാൻ എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം. അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 5 എന്നും ഇക്വേഷൻ നമ്പർ 6 എന്നും വിളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് പെയർ ഓഫ് ഇക്വേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 3ഉം 4ഉം ഒരു പെയറാണ്. ഓക്കെ, അതുപോലെ 5ഉം 6ഉം മറ്റൊരു പെയറാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എക്സും വൈയും ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും അറിയാമെങ്കിൽ അതിനെ മറ്റൊരു സിസ്റ്റമായ എന്താണ് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് 5ഉം 6ഉം. അതിനെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഫ്രം എന്താണ് കാർട്ടീഷ്യൻ ടു പോളാർ എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ 3ഉം 4ഉം എന്താണ് 3ഉം 4ഉം നമുക്ക് ആറും തീറ്റയും പോളാർ കോർഡിനേറ്റ്സ് ആണ് അറിയാമെങ്കിൽ അതിൽ നിന്നും തിരിച്ച് എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലേക്ക് വരാനുള്ള ഇക്വേഷൻ ആയിട്ട് കരുതാം. അപ്പോൾ സോ യു ക്യാൻ കോൾ ദാറ്റ് വൺ ആസ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. മാത്തമാറ്റിക്കൽ ടേംസ് ആണ്, നമുക്ക് ഇത്രയേ വേണ്ടൂ. കൺവീനിയൻ്റ് ആയ സമയങ്ങളിൽ, ആവശ്യമുള്ള സമയങ്ങളിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റണം. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എന്താണ് കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റണം. ഇതിനുവേണ്ടി നമുക്ക് ഇവ തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരിക്കണം. ആ ബന്ധം സൂചിപ്പിക്കുന്ന ഇക്വേഷൻസ് ആണ് 3 തൊട്ട് 6 വരെ നമ്മളിപ്പോൾ കണ്ടത്. Okay, so this is the basic mathematics regarding what is known as what the polar coordinate plane polar coordinate system. ഇതിൽ നിങ്ങൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. See before that, okay, if you have any doubts I can address that one so far. Anyone please? Any doubts so far? Jyotis? Yes, sir. Okay, something? No doubt, sir. Okay. Vishnu? Any questions? Is it okay? Yeah. Okay. It's okay. Okay, fine. Okay, so let me proceed on. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can just clarify it later also. So I am just going back to the present. Okay, fine. Now we will introduce what are known as the unit vectors in the polar coordinate system. Okay, so let me do one thing. Let me go to a new page. Yeah. See, നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു പോയിന്റിനെ, പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എക്സ് വൈ എന്നുള്ള 2 കോർഡിനേറ്റ്സ് ഉപയോഗിക്കാം. അല്ല എങ്കിൽ തത്തുല്യമായ ഇക്വിവാലൻ്റായ ആർ തീറ്റ എന്ന് പറഞ്ഞ 2 കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാലും എനിക്ക് അതേ പോയിന്റിനെ തന്നെ രേഖപ്പെടുത്താൻ പറ്റും. സോ ദേ ആർ and they are connected by the transformation equations or the inverse transformation equations represented by equation 3 to 6 in the previous slide. Okay, ഇനി നിങ്ങളിവിടെ ഈ 2 സിസ്റ്റവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ എടുത്തതാണ്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റമാണ്. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ എന്താണ്, അതൊരു പ്ലെയിനാർ സിസ്റ്റമാണ്. നിങ്ങൾക്കാണ് അല്ലേ, ഇറ്റ്സ് എ പ്ലെയിൻ സിസ്റ്റം. 3 ഡയമെൻഷണൽ കാർട്ടീഷ്യൻ സ്പേസിൽ ഒരു പ്ലെയിൻ ആണ്. ഇവിടെയാണ് നമ്മൾ കണ്ടത് അല്ലേ, ഇവിടെ എവിടെയോ ഒരു പോയിന്റ് പി ആണ് നമ്മൾ എടുത്തത്. സോ സേ ദാറ്റ് ഐ ഹാവ് ടേക്കൺ എ പോയിന്റ് പി ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇതിനെ ചില ഗ്രിഡുകൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രിഡുകളുടെ മീനിങ് നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്താണ്, ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലൈനിൽ ഈ വെർട്ടിക്കൽ ലൈൻസിൽ എന്താണ്, അവിടെയെല്ലാം എക്സിന് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും നമുക്കറിയാം. എക്സ് ഹാസ് ഗോട്ട് എ കോൺസ്റ്റന്റ് വാല്യൂ ഓൾ അലോങ് ദിസ് വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ബട്ട് വൈ വേരീസ് ഫ്രം പോയിന്റ് ടു പോയിന്റ് അല്ലേ, ഓരോ പോയിന്റിലും വൈക്ക് വ്യത്യസ്തമായ പോയിന്റുകളാണ്, വാല്യൂസ് ആണ് ഉണ്ടാവും നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളൊരു വെർട്ടിക്കൽ ലൈനാണ് എടുക്കുന്നത് എങ്കിൽ, ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ അവിടെ എന്താണ്, എക്സിന്റെ വാല്യൂ അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ, എക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ എന്താണ്, വൈയുടെ വാല്യൂ എപ്പോഴും ഒരു സ്റ്റഡി വാല്യൂവിൽ തുടരുന്നു. അതാണ് ഇവിടെ ഇവർ കാണിച്ചിരിക്കുന്നത്. വൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ബട്ട് എക്സ് വേരീസ് ഫോർ എ ഹൊറിസോണ്ടൽ ലൈൻ, whereas x equal to a constant and y varies for a vertical line.
ഇനി നിങ്ങൾ സമാനമായ അർത്ഥത്തിൽ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ, സർക്കുലർ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റുകളെ നമുക്ക് സർക്കുലർ ഗ്രിഡിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, നമ്മൾ അവിടെ പി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്ത പോലെ ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് കരുതുക. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിന് 2 കോർഡിനേറ്റ്സ് ഉണ്ട്. ഒന്ന് സെന്ററിൽ നിന്നും, കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സെന്ററിൽ നിന്നും പി വരെയുള്ള ദൂരം, ഇതാണ് ആർ. അതുപോലെ എന്താണ്, എക്സ് ആക്സിസിൽ നിന്നും ഇവിടം വരെയുള്ള ആംഗിൾ, ഇതാണ് തീറ്റ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എക്സും വൈക്കും സമാനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ലൈനിൽ അല്ലേ, ഇങ്ങനെ ഒരു ലൈൻ എടുത്തു എന്ന് കരുതുക. സോ യു ടേക്ക് എനി ലൈൻ ലൈക്ക് ദിസ്, ഐ എം ടേക്കിംഗ് ദിസ് ലൈൻ. ഈ ലൈനിൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആർ എന്ന് പറയുന്ന വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ദ വാല്യൂ ആർ ഗോസ് ഓൺ ഇൻക്രീസിങ് ഓർ ചേഞ്ചിങ് ഇഫ് യു മൂവ് അലോങ് ദിസ് പർട്ടിക്കുലർ ലൈൻ. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കുക, ഈ എല്ലാ പോയിന്റിലും നമ്മൾ എക്സിൽ നിന്നാണ് എപ്പോഴും ആംഗിൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ വരച്ചതിൻ്റെ തീറ്റ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കേണ്ടത്, തീറ്റ കോർഡിനേറ്റ് ഷുഡ് ബി ഫ്രം ദ എക്സ് അപ് ടു ഹിയർ, ഇവിടം വരെയാണ് ഇതിൻ്റെ തീറ്റ എന്ന് പറയുന്നത്. ഇത് ആറാണ് എങ്കിൽ ഇങ്ങനെയാണ് തീറ്റ വരിക. അപ്പോൾ എക്സിൽ നിന്നാണ് ഇപ്പോഴും എല്ലാ തീറ്റയും നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശയത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു സർക്കുലർ ഇതിൻ്റെ ഗ്രിഡിൻ്റെ മുകളിൽ ആർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, തീറ്റ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ ഒരു ലീനിയർ ഗ്രിഡിൻ്റെ മുകളിൽ തീറ്റ കോൺസ്റ്റൻ്റ് ആണ്, ആർ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിക്കുന്നത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പരിചയമുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ? Have you seen such diagrams used somewhere in your common experience? എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഡയഗ്രാംസ് കണ്ടതായിട്ട് മനസ്സിൽ വരുന്നുണ്ടോ? മേ ബി ഇൻ മൂവീസ് or somewhere in some sci-fi movies. Can anybody recall? Maybe? Okay. നിങ്ങൾ at least റഡാറിൻ്റെ പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. റഡാർ പിക്ചേഴ്സ്, അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിംഗ്. നിങ്ങൾ സാധാരണഗതിയിൽ എയർ ട്രാഫിക് കൺട്രോളിങ്ങിനെ പറ്റിയിട്ട് മുൻപ് സാറ് നിങ്ങൾക്കൊരു സെഷൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ റാൻഡം വോക്ക് വെബിനാറിൻ്റെ ഭാഗമായിട്ട് എയർ ട്രാഫിക് കൺട്രോൾ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെയാണ് അവരുടെ ടെർമിനലിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത ഫ്ലൈറ്റുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള പൊസിഷൻസ് വരിക ഇങ്ങനെ ഒരു ചിത്രത്തിലാണ്. റഡാർ പിക്ചേഴ്സ് മിക്കവാറും ഇങ്ങനെയായിരിക്കും. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ 3 ഡയമെൻഷനായിട്ടും കൂടെയുള്ള പിക്ചർ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ കോക്പിറ്റിൻ്റെ ഉള്ളിലുള്ള അല്ലേ, ഒരു എയർപ്ലെയിൻ്റെ ഉള്ളിൽ പൈലറ്റ്സിൻ്റെ മുമ്പിലുള്ള കോക്പിറ്റ് സ്ക്രീനുകളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉദാഹരണത്തിന് ഇതാ ഇവിടെ ഒരു ഫ്ലൈറ്റ് ഇവിടെയുണ്ട്. ഇതൊരു എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോളറുടെ മുമ്പിലുള്ള സ്ക്രീൻ ആണെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഇവിടെയുണ്ട്. ഓക്കെ, അനദർ ഫ്ലൈറ്റ് ഇവിടെയുണ്ട്, അത് അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇതായിരിക്കും ആ പറയുന്ന ഒറിജിൻ എന്ന് പറയുന്ന അവരുടെ ടവർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ദൂരത്തിൽ ഏത് ദിശയിലാണ് ഫ്ലൈറ്റ് ഉള്ളത് എന്ന്, ഓരോരോ ഫ്ലൈറ്റ് ഉള്ളതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിനുവേണ്ടി അവർ എന്ത് ഉപയോഗിച്ചാൽ മതി, ആറും GT ഉപയോഗിക്കും. സോ ദേ ആർ യൂസിങ് ദിസ് സിംഗിൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്കിവിടെ കാണേണ്ട കാര്യങ്ങൾ ഇതാണ്. നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ ഒരു ചിത്രമുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ 3 യൂണിറ്റ് വെക്ടേഴ്സിനെ പരിചയപ്പെട്ടിരുന്നു. I, J, K എന്ന് പറഞ്ഞ 3 യൂണിറ്റ് വെക്ടേഴ്സിനെ പരിചയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ R, θ, φ-ക്ക് 3 യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. ആ യൂണിറ്റ് വെക്ടേഴ്സിനെയാണ് നമ്മൾ R എന്നും θ എന്നും φ എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൽ φ പറ്റി നമ്മളിപ്പം പറയുന്നില്ല, കാരണം നമുക്ക് ഈ 2 പേരേ ആവശ്യമുള്ളൂ, പ്ലെയിൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം ഈ എക്സിൻ്റെ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ I എന്ന് റെപ്രസെൻ്റ് ചെയ്തതുപോലെ, വൈയുടെ യൂണിറ്റ് വെക്ടറിനെ J എന്ന് റെപ്രസെൻ്റ് ചെയ്തതുപോലെ, ഏതൊരു സ്റ്റേറ്റസ് ആണോ അവർക്ക് നൽകിയിരുന്നത് അതേ സ്റ്റേറ്റസ് ഉള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് R ഉം θ. ഓക്കെ, സോ ദീസ് ആർ ദ 2 യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകത അറിയാമല്ലോ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് J? അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. I എന്ന് പറഞ്ഞൊരു വെക്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, J എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ I ഉം J ഓൾവേസ് പെർപെൻഡിക്കുലർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ സിമിലർ ടു ദ പെർപെൻഡിക്കുലാരിറ്റി ഓഫ് I ആൻഡ് J, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദ R എന്ന് പറഞ്ഞൊരു യൂണിറ്റ് വെക്ടർ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇത് R ആണെന്ന് കരുതുക. ഇനി θ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കൊടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് ചിത്രം നോക്കി മനസ്സിലാക്കുക. θ ആൻഡ് ദേ ആർ ഓൾസോ മ്യൂച്വലി പെർപെൻഡിക്കുലർ. സെയിം മാനർ R വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു θ വെക്ടർ.
ഓക്കെ, അപ്പോൾ ഈ ഐഡിയാസ് മനസ്സിൽ സൂക്ഷിക്കുക. കൂടുതൽ വായിക്കാൻ ശ്രമിക്കാമാണ് നിങ്ങൾക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രമൊക്കെ ക്ലെപ്നറിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്. ആർ ക്യാപ് വെക്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. സോ ദിസ് ഈസ് ആർ ക്യാപ് വെക്ടർ ആൻഡ് അനദർ ടാൻജൻഷ്യൽ വെക്ടർ ഈസ് ഷോൺ ഹിയർ, ദാറ്റ് ഈസ് തീറ്റ ക്യാപ് വെക്ടർ. തീറ്റ ക്യാപ് വെക്ടർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദേ ആർ മേക്കിംഗ് ഓക്കെ പെർപെൻഡിക്കുലർ പെയർ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ദ വെക്ടർ ആർ ക്യാപ് ഈസ് പെർപെൻഡിക്കുലർ ടു തീറ്റ ക്യാപ്. ഓക്കെ, അപ്പോൾ ഐ ക്യാപ്പും ജെ ക്യാപ്പും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് ആണെന്ന് ഓർക്കുക. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അടുത്ത ക്ലാസ്സിൽ ഐ വിൽ കണ്ടിന്യൂ വിത്ത് വെയർ വി ആർ സ്റ്റോപ്പിംഗ് റൈറ്റ് നൗ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ ടൈം. Okay, so read more and try to visualize these ideas better. Thank you. You can just leave.